കേസ് പിൻവലിക്കാൻ ഇയാൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഇയാൾ ഈ ഭൂമുഖത്തുണ്ടാവരുത്. എടുത്തി പൊയ്ക്കോ, ഇയാളെ കൂടെ ഞാൻ സമ്മതിപ്പിച്ചോളാം. തന്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഞാൻ പറയുന്നതനുസരിച്ച് കേസ് പിൻവലിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോവുക. വേറെ ഒന്നും ചെയ്യാനില്ല മോളെ. നീ രാജീവ് സാറിനെ വിളിച്ച് പെട്ടെന്ന് വിവരം അറിയിക്കേ. വിളിക്കേ. ഹലോ കാഞ്ചന. ആ രാജീവ് സാറേ, മേനു സാറിന് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ലെന്നോ? ഇന്ന് രാവിലെ നമ്മൾ തമ്മിൽ സംസാരിച്ചാണല്ലോ. വൈകിട്ട് കാണാമെന്ന് പറയുകയും ചെയ്തു. കോടതിയിൽ ഹാജരാകാൻ പോകുന്നതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. സാർ, എനിക്കാകെ പേടിയാവുന്നുണ്ട്. സാറേ, ഞാൻ ലീലാവതിയാ. മേനോൻ സാർ അവരുടെ കയ്യിലായിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തിനും മടിക്കാത്ത ആളാ അവന്തികയെന്ന് സാറിന് അറിയാവല്ലോ. കൈ കിട്ടിയ അവര് മേനോൻ സാറിനെ കൊന്നുകളയും. ഉടനെ തന്നെ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാകാം. ഞാനിപ്പം ഹോസ്പിറ്റലാ. ഇനി അവന്തികയുടെ കസ്റ്റഡിയിലായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കും. ധൈര്യമായിട്ടിരിക്കും. ഇനി അവര് പറഞ്ഞതുപോലെ മേനോൻ അവന്തിയുടെ വലയിൽ ചെന്ന് പെട്ടോ? എന്നോ ചത്ത് തുളഞ്ഞു പോയ ഒരുത്തനെ കേസും പൊക്കിയെടുത്ത് എന്തിനാടോ ഏടത്തിലെ പിന്നാലെ വന്നേ? ആ CI രാജീവാണ് ഇതിന്റെ പിന്നിൽ. എന്നെ ഒന്നും ചെയ്യരുത്, ദേവി, എന്നെ ഉപദ്രവിക്കരുത്. എടോ, താൻ കാരണം എത്ര പേരെ മനസ്സമാധാനാണ് പോയെന്നറിയോ? ചത്തുപോയ അനിരുദ്ധന്റെ ഭാര്യയും മകളെയും ഏടത്തിനടുത്തോട് പറഞ്ഞിട്ട് ആരാടോ? ഇതൊക്കെ താൻ ഒറ്റയ്ക്കാണോ അതോ ആ CI രാജീവ് കൂടി ചേർന്നാണോ ചെയ്തേ? നിന്നെ കൊണ്ട് ഇതിനൊക്കെയുള്ള മറുപടി പറയിപ്പിക്കാനുള്ള ആള് വരുന്നുണ്ട്. മാഡം നിന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കും. സുഗതൻ മേനോൻ, താൻ എന്നെ കുറെ വട്ടം കറക്കി. ഒടുവിൽ അമ്മാവന്റെ പഴയ ഫയലിൽ നിന്ന് ഞാൻ തപ്പിപ്പിടിച്ചു താൻ ആരാണെന്ന്. അമ്മാവന്റെ ആദ്യത്തെ കച്ചവടം സിനിമാ തിയേറ്റർ. അതിന്റെ പാർട്ട്ണറായിരുന്നു താൻ, അല്ലേ? അതെ. അനിരുദ്ധൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അവൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തെങ്കിലും കാരണവശാൽ എന്നെ കാണാതായാൽ അതിന്റെ ഉത്തരവാദി അവന്തികയായിരിക്കുമെന്ന്. അമ്മാവൻ ചത്തു തൊലഞ്ഞത് അമ്മാവന്റെ കയ്യിലിരിപ്പോണ്ടാ. അതിന് നിങ്ങൾ എന്തിനാ ഈ കേസുമായിട്ട് വന്നത്? ആരാ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? രാജീവാണോ? എനിക്ക് ഒറ്റ കാര്യേ തന്നോട് പറയാനുള്ളൂ. തനിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണം. എനിക്കറിയാം നിങ്ങൾക്ക് അതാണ് വേണ്ടതെന്ന്. പക്ഷേ അത് നടക്കില്ല. കോടതി നിങ്ങളെ ശിക്ഷിച്ച് കൈവിലങ്ങിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടിട്ടേ ഞാൻ ഈ കളം വിട്ടു പോകും. അത്രയ്ക്ക് വാശി വേണോ? സ്വന്തം ജീവനേക്കാൾ വലുതല്ലല്ലോ ഈ 10 കൊല്ലം മുമ്പ് ചത്തുപോയ കൂട്ടുകാരന്റെ കേസ്. ഇയാളെ ഇപ്പൊ തന്നെ തീർത്തേക്കട്ടെ. വേണ്ട, ഇയാള് സമ്മതിക്കുന്നേ. പരാതിക്കാരൻ മരിച്ചുപോയാൽ പിന്നെ കേസില്ലല്ലോ മാഡം. ആര് പറഞ്ഞു? അമ്മാവൻ ചത്ത് 10 വർഷം കഴിഞ്ഞ് ആ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് ഇയാള് വന്നു. ഇനി ഇയാള് ചത്ത് 10 വർഷം കഴിയുമ്പോ
ഇയാളുടെ കേസുമായിട്ട് ചിലപ്പോ വേറെ ആരെങ്കിലും വന്നാലോ? ചിലപ്പോ ഭാര്യയും മോളും ആവും. തനിക്ക് ഒരേ ഒരു മോളാണല്ലേ? കല്യാണവും കഴിഞ്ഞു. ഭാര്യ ഇപ്പോ മോളുടെ കൂടെ അല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അനിരുദ്ധനെ കൊന്നു തള്ളിയതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. കൂടെ നിന്ന് ചതിച്ചതിനാടോ ഞാൻ അയാളെ കൊന്നു തള്ളിയത്. ജീവൻ വേണേ ഞാൻ പറയുന്ന അനുസരിച്ചോണം. സന്ദീപേ, എഴുതി കേസ് പിൻവലിക്കാൻ ഇയാൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഇയാൾ ഈ ഭൂമുഖത്തുണ്ടാവരുത്. എഴുതി വയ്ക്കോ, ഇയാളെ കൂടെ ഞാൻ സമ്മതിപ്പിച്ചോളാം. തന്റെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഞാൻ പറയുന്ന അനുസരിച്ച് കേസ് പിൻവലിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോവുക, അല്ലെങ്കിൽ എന്റെ അമ്മാവനെ പോലെ എന്റെ കൈകൊണ്ട് ചത്തു തൊലഞ്ഞു പോവുക. ഏത് വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ സർജറി കഴിഞ്ഞല്ലോ. ഇനി ഗൗരിമോള് പഴയതിനേക്കാൾ സന്തോഷത്തോടെ പൂമ്പാറ്റി പോലെ പാറി പറന്ന് നടക്കും. കുട്ടിക്ക് ചെറുതായിട്ട് ബോധം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് 1 മിനിറ്റ് വേണമെങ്കിൽ കയറി കാണാം. പക്ഷേ കുട്ടിയെ അധികം സംസാരിപ്പിക്കാൻ പാടില്ല. എന്റെ മോളെ എനിക്ക് കാണണം. സച്ചി, താൻ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. വിടും, ഇങ്ങോട്ട് വിടും വക്കീലേ. വാ. ഏയ്, വാ. വിടും വക്കീലേ. ഗോകുല് പോയി മോളെ കണ്ടോ? ഞാൻ പിന്നെ കണ്ടോളാം.